ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീനുകളുടെ പ്രവർത്തനം, മനുഷ്യരിലെ ക്രോമസോമുകൾ, ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ, ബീജസംയോഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അലീൽ ചേർച്ച എന്നിവയെക്കുറിച്ചാണ്. ആദ്യമായി നമുക്ക് നോക്കാം ജീനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും നിശ്ചിത പ്രോട്ടീനുകളുടെ അഥവാ എൻസൈമുകളുടെ പ്രവർത്തനത്താലാണ്. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ ജീനുകളിലാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ജീനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നല്ലേ. അപ്പോൾ ജീനുകളിലാണ് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇത്തരം പ്രോട്ടീനുകൾ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ എവിടെയാണ് അടങ്ങിയിട്ടുള്ളത്? ജീനുകളിലാണ്. ഈ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഒപ്പം സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും. അപ്പോൾ ജീനുകളിലാണ് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ജീനുകൾ DNA നിശ്ചിത ഭാഗങ്ങളുമാണ്. നമുക്കറിയാം DNA ഭാഗമാണ് ജീൻ എന്ന്, അല്ലേ? ആ ജീനിലാണ് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇത്തരം പ്രോട്ടീനുകളാണ് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും. ഇവിടെ നിങ്ങളൊരു പിക്ചർ കണ്ടോ? അതിൽ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഒരു കോശം, ഒരു സെല്ല്. ആ കോശത്തിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, അല്ലേ? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ആരുണ്ട്? ക്രോമസോം ഉണ്ട്. ഇതല്ലേ ഒരു ക്രോമസോം. ഈ ക്രോമസോമിനകത്ത് ആരാളുള്ളത്? DNA ഉണ്ട്. ഈ DNA നിശ്ചിത ഭാഗത്തെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ കോശമുണ്ട്, കോശത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോം ഉണ്ട്, ക്രോമസോമിനകത്ത് DNA ഉണ്ട്, DNA നിശ്ചിത ഭാഗമാണ് ജീൻ. ഈ ജീനിലാണ് പ്രോട്ടീൻ്റെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഈ പ്രോട്ടീനുകളാണ് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത് എന്നാണ്. DNA നേരിട്ട് പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കാളിയാവുന്നില്ല. അപ്പോൾ DNA പ്രോട്ടീൻ നിർമ്മാണത്തിൽ നേരിട്ട് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം എന്താണ് സംഭവിക്കുന്നത്? DNA അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് RNA സഹായത്താലാണ്. അപ്പോൾ DNA ഒരിക്കലും പ്രോട്ടീൻ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളിയാവില്ല. അതിന് പകരമായിട്ട് RNA സഹായത്തോടെയാണ് ഈ പ്രോട്ടീൻ നിർമ്മാണം DNA വഹിക്കുന്നത്. DNA സന്ദേശം പകർത്തിയ RNA റൈബോസോമുകളിലെത്തി പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത്. റൈബോസോമാണ് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ റൈബോസോം എന്ന് പറയുന്നത് നമുക്കറിയാലോ, അല്ലേ? ജന്തുകോശവും സസ്യകോശവും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് വന്നവരല്ലേ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റൈബോസോം. അതിന് ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾഗി കോംപ്ലക്സ്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ജന്തുകോശം അഥവാ ഒരു സസ്യകോശത്തിൽ. അപ്പോൾ റൈബോസോം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ കേന്ദ്രമാണ്. നമ്മൾ മൈറ്റോകോൺട്രിയ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഊർജ്ജ സ്രോതസ്, ഊർജ്ജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയ. അതേപോലെ തന്നെ റൈബോസോമാണ് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ ഈ റൈബോസോമിലേക്ക് DNA നിന്നുള്ള സന്ദേശം RNA എത്തിക്കുന്നത്. കാരണം DNA ഒരിക്കലും പ്രോട്ടീൻ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ DNA നിന്നുള്ള സന്ദേശം RNA എവിടേക്ക് എത്തിക്കും? റൈബോസോമുകളിൽ എത്തിക്കും. കാരണം റൈബോസോമിൽ വെച്ചിട്ടാണല്ലോ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന റൈബോസോമിലേക്ക് DNA നിന്നുള്ള സന്ദേശങ്ങൾ RNA എത്തിക്കുന്നു. അതുകൊണ്ട് ആ RNA സന്ദേശങ്ങൾ DNA നിന്ന് റൈബോസോമിലേക്ക് എത്തിക്കുന്ന RNA മെസ്സഞ്ചർ RNA അഥവാ mRNA എന്നാണ് പറയുന്നത്. കണ്ടോ? M ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് മെസ്സഞ്ചർ, മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശം വഹിക്കുന്ന RNA അല്ലേ. അതുകൊണ്ട് mRNA അഥവാ മെസ്സഞ്ചർ RNA എന്നാണ് ആ RNA നമ്മൾ പറയുക. mRNA കൂടാതെ അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്ന tRNA അഥവാ ട്രാൻസ്ഫർ RNAകളും റൈബോസോമിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന rRNA അഥവാ റൈബോസോമൽ RNAകളും ഉണ്ട്. അപ്പോൾ mRNA മാത്രമല്ല tRNA ഉണ്ട്, rRNA ഉണ്ട്. tRNA എന്താണ് ചെയ്യുന്നത്? പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുകയാണ്. നമുക്കറിയാം പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? അമിനോ ആസിഡ് അല്ലേ. അപ്പോൾ ആ അമിനോ ആസിഡ് പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമാണല്ലോ. അങ്ങനെയുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുക എന്നതാണ് ട്രാൻസ്ഫർ RNA അഥവാ tRNA ഫംഗ്ഷൻ, ധർമ്മം. ഇനി rRNA അഥവാ റൈബോസോമൽ RNA, അത് ആ പേരിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം ഇത്തരം RNAകൾ എവിടെയാണ് കാണപ്പെടുന്നത്? റൈബോസോമിലാണ്. അപ്പോൾ റൈബോസോമിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന RNA rRNA. അതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ വേഗത കൂട്ടുക. അതാണ് ഈ rRNA ധർമ്മം. അതെവിടെ കാണപ്പെടുന്നത് പറഞ്ഞു?
റൈബോസോമിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് റൈബോസോമൽ RNA. കണ്ടോ, ഇവയുടെയെല്ലാം കൂട്ടായ പ്രവർത്തന ഫലമായാണ് പ്രോട്ടീൻ തന്മാത്ര രൂപപ്പെടുന്നത്. അപ്പോൾ mRNAയുടെയും tRNAയുടെയും rRNAയുടെയും എല്ലാം കൂട്ടായ പ്രവർത്തനം വഴിയാണ് പ്രോട്ടീൻ നിർമ്മാണം ജീനുകളിൽ നടക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിലൂടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കാം. ഇതാണ് DNA. DNA ഒരിക്കലും പ്രോട്ടീൻ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അതിനു പകരം DNAയിൽ നിന്നുള്ള സന്ദേശങ്ങൾ mRNAയാണ് റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ DNAയിൽ നിന്ന് എന്ത് രൂപപ്പെടണം? mRNA രൂപപ്പെടണമല്ലോ. അപ്പോൾ DNAയിൽ നിന്ന് എന്ത് രൂപാന്തരപ്പെടും? mRNA. mRNA എന്ന് അതിനെ വിളിക്കുന്നതിന് കാരണം എന്താണ്? സന്ദേശങ്ങൾ, DNAയിൽ നിന്നുള്ള സന്ദേശങ്ങൾ റൈബോസോമിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് ഈ RNAയെ നമ്മൾ mRNA അഥവാ മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം mRNA നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. mRNA ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? mRNA റൈബോസോമിലെത്തുന്നു. mRNA എന്ന് പറയുന്നത് എന്താണ്? DNAയിൽ നിന്നുള്ള സന്ദേശങ്ങൾ റൈബോസോമിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ അത്തരം സന്ദേശങ്ങൾ mRNA എവിടെ എത്തിക്കുന്നുണ്ട്? റൈബോസോമിൽ എത്തിക്കുന്നുണ്ട്. ഇനി tRNA അല്ലേ നമ്മൾ പറഞ്ഞത്? tRNA എന്താണ് ചെയ്യുന്നത്? വിവിധ തരം അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. കണ്ടോ, ഇതാണ് അമിനോ ആസിഡുകൾ. അതായത് പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡ്. പ്രോട്ടീൻ നിർമ്മാണത്തിന് അമിനോ ആസിഡുകൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അത്തരം അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത് tRNA അഥവാ ട്രാൻസ്ഫർ RNA ആണ്. ഇനിയോ mRNAയിലെ സന്ദേശം അനുസരിച്ച് അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. കണ്ടോ, mRNA എന്ത് എത്തിക്കുന്നുണ്ട്? സന്ദേശങ്ങൾ എത്തിക്കുകയാണ് റൈബോസോമിൽ. അപ്പം tRNA എന്ത് ചെയ്യുന്നുണ്ട്? അമിനോ ആസിഡുകളെയും എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം അമിനോ ആസിഡുകളെയും mRNA കൊണ്ടുവരുന്ന സന്ദേശങ്ങളും ഉപയോഗിച്ച് റൈബോസോമിൽ എന്ത് നിർമ്മാണം നടക്കും? പ്രോട്ടീൻ നിർമ്മാണം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിലൂടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ക്രോമസോമുകൾ. മനുഷ്യരിലെ ക്രോമസോമുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ ജീവജാതിയിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണുള്ളത്. ഇവിടെ നോക്കൂ, മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 46 ആണ്. മനുഷ്യരിലെ ക്രോമസോമുകൾ 46 ആണ്. അതുപോലെ തന്നെ മറ്റു പല ജീവികളിലും ക്രോമസോമുകളുടെ എണ്ണം വ്യത്യസ്തമാണ്. 23 ജോഡി ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഇവിടെ കണ്ടോ, ഇത് ഒരു ജോഡിയാണ്, ഇത് 2 ജോഡി, 3 ജോഡി, അങ്ങനെ ടോട്ടൽ 23 ജോഡിയാണ് നമ്മുടെ ശരീരത്തിൽ ക്രോമസോമുകളുള്ളത്. അതായത് 46 എണ്ണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോ, 22 ജോഡി എത്തിയിട്ട് നിൽക്കുകയാണ്. ഇതാണ് മറ്റൊരു ജോഡി, ഇതാണ് ഒരു ജോഡി, അങ്ങനെ 23 ജോഡി അഥവാ 46 ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. മനുഷ്യനിൽ 46 ക്രോമസോമുകളുണ്ട്. ഇവയിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമുകളും 2 എണ്ണം ലിംഗനിർണയ ക്രോമസോമുകളുമാണ്. ഇവിടെ കണ്ടോ, ഇത് ഈ 2 എണ്ണം കണ്ടോ, ഒരു സെപ്പറേറ്റ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്ന ക്രോമസോമുകളാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. ഇനി ഇവിടെ കണ്ടോ, ഇവയാണ് സ്വരൂപ ക്രോമസോമുകൾ. ഇത് മുഴുവൻ, അതായത് 22 ജോഡി അഥവാ 44 ക്രോമസോമുകളും നമ്മുടെ ശരീരത്തിൽ സ്വരൂപ ക്രോമസോമുകളാണ്. അവയെല്ലാം ഒരുപോലെയായിരിക്കും. എന്നാൽ ലിംഗനിർണയ ക്രോമസോമുകൾ പുരുഷനിലും സ്ത്രീയിലും വ്യത്യസ്തമാണ്. കണ്ടല്ലോ, ഇതാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. സ്ത്രീയിലാകട്ടെ പുരുഷനിലാകട്ടെ ആകെ 46 എണ്ണം അഥവാ 23 ജോഡി ക്രോമസോമുകളുണ്ട്. എന്നാൽ ലിംഗനിർണയ ക്രോമസോമുകളിൽ പുരുഷനിലും സ്ത്രീയിലും വ്യത്യാസമാണ്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് ഒരു സ്വരൂപ ജോഡി. കണ്ടോ, ഇവിടെയുള്ള എല്ലാ ക്രോമസോമുകളും ഒരുപോലെയാണ് അല്ലേ? ഈ ഒരു ജോഡി നോക്കൂ, ഒരുപോലെയല്ലേ തോന്നുന്നത്? ഇവിടെ നോക്കൂ, ഇത് രണ്ടും ഒരുപോലെയാണ്. ഇവിടെ നോക്കൂ, ഈ മൂന്നാമത്തെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഒരുപോലെയുള്ള ക്രോമസോമുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്വരൂപ ജോഡി ക്രോമസോമുകൾ എന്നാണ്. എന്നാൽ ലിംഗനിർണയ ക്രോമസോം നോക്കൂ, ഇത് ഒരുപോലെയാണ് തോന്നുന്നത്? അല്ല. അപ്പോൾ വ്യത്യസ്തമായ 2 ക്രോമസോമുകൾ ചേർന്നതിന് എന്ത് പറയും നമ്മൾ? ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന്. അപ്പോൾ ഒരുപോലെയുള്ള ക്രോമസോമുകൾ എത്ര ജോഡി ഉണ്ടെന്ന് പറഞ്ഞു? 22 ജോഡി. കണ്ടോ, 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണ് മനുഷ്യരുള്ളത്. അതായത് 44 ക്രോമസോമുകളും സ്വരൂപ ക്രോമസോമുകളാണ്. ലിംഗനിർണയ ക്രോമസോമുകൾ 2 തരമുണ്ട്. അവയെ എക്സ് ക്രോമസോം എന്നും വൈ ക്രോമസോം എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ലിംഗനിർണയ ക്രോമസോമുകൾ 2 തരമാണ്. ഏതൊക്കെയാണ്? എക്സ് ക്രോമസോം, കണ്ടോ ഇവിടെ ഡിനോട്ട് ചെയ്ത് കണ്ടോ, എക്സ് ക്രോമസോം എന്നും വൈ ക്രോമസോം എന്നും. പുരുഷന്മാരിൽ ഒരു ക്രോമസോം എക്സും മറ്റൊരു ക്രോമസോം വൈയുമാണുള്ളത്. അപ്പോൾ പുരുഷന്മാരിലെ ലിംഗനിർണയ ക്രോമസോമുകൾ ഏതൊക്കെയാണ്? എക്സും വൈയും കേട്ടോ. അപ്പോൾ സ്ത്രീയിലോ? 2 എക്സ് തന്നെയാണ്. അതായത് സ്ത്രീകളിലാണെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകൾ 2 എക്സും പുരുഷന്മാരിലാണെങ്കിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. സ്ത്രീയുടെ ജെൻഡർ ഘടന എന്ന് പറയുന്നത് 44 + XX ഉം
പുരുഷന്മാരിലേത് 44+XYയുമാണ്. സ്ത്രീയിലായിക്കോട്ടെ പുരുഷന്മാരിലായിക്കോട്ടെ 44 ക്രോമസോമുകളും ഒരുപോലെയാണ്. അവയെ സ്വരൂപ ക്രോമസോമുകൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ലിംഗനിർണ്ണയ ക്രോമസോമുകളുടെ കാര്യത്തിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തതയുണ്ട്. സ്ത്രീകളിൽ XX എന്നതാണ് ലിംഗനിർണ്ണയ ക്രോമസോമുകൾ, പുരുഷന്മാരിൽ XYയുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മനുഷ്യരിലാകെ 46 ക്രോമസോമുകളാണുള്ളതെന്ന്. അതിൽ സ്ത്രീകളിൽ 44 ഒരുപോലെയല്ലേ, അത് നമ്മൾ അവിടെ എഴുതി 44 പ്ലസ് XX. അതെന്താണ്? സ്ത്രീകളിലെ ലിംഗനിർണ്ണയ ക്രോമസോമുകളാണ്, 2 അപ്പം 44ഉം 2ഉം 46 ആയല്ലോ. പുരുഷന്മാരിലും എത്ര തന്നെയാണ് ക്രോമസോം ഉള്ളത്? 46 44 ഒരുപോലെയുള്ളതാണ്, അതുകൊണ്ട് അവയെ സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറഞ്ഞു. എന്നാൽ ലിംഗനിർണ്ണയ ക്രോമസോമുകൾ പുരുഷന്മാരുടെ ഏതാണ്? Xഉം Yയുമാണ്. കണ്ടോ, 1 2 അപ്പൊ 2 ആയില്ലേ. അപ്പൊ 44ഉം 2ഉം 46 തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ജെൻഡർ ഘടന സ്ത്രീയുടെയും പുരുഷന്മാരുടെയും വ്യത്യസ്തമാണ്. സ്വരൂപ ക്രോമസോമുകൾ ഒരുപോലെയാണെങ്കിലും ലിംഗനിർണ്ണയ ക്രോമസോമുകൾ വ്യത്യസ്തമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വ്യതിയാനങ്ങളുടെ ജനിതകത്തെക്കുറിച്ചാണ്. ജീവികളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയകളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 2 പ്രക്രിയകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്രോമസോമിന്റെ മുറിഞ്ഞു മാറലും മറ്റൊന്ന് ബീജസംയോഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അലീൽ ചേർച്ചയും. ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേർന്ന് ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. നമ്മൾ ഊനഭംഗത്തെക്കുറിച്ചും ക്രമഭംഗത്തെക്കുറിച്ചൊക്കെ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ, 9ാം ക്ലാസ്സുകാരുടെ ലാസ്റ്റ് ചാപ്റ്ററാണിത്, ഊനഭംഗം ക്രമഭംഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ ഒരു പേര് ഊനഭംഗം എന്നത് മാത്രം നിങ്ങൾക്ക് മനസ്സിൽ വെച്ചാൽ മതി. ഊനഭംഗത്തിന്റെ ആദ്യഘട്ടം ഫസ്റ്റ് ഫേസില് ക്രോമസോമുകൾ ജോഡിച്ചേരുന്നു, പെയർ ആവുന്നു. എന്നിട്ട് എന്തുണ്ടാവും? ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. അപ്പോൾ ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യും? ക്രോമസോമുകൾ ജോഡിച്ചേരുകയും ചെയ്യും, അവയുടെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയാണെങ്കിൽ ഒരു DNA ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA ഭാഗമാകുന്നുണ്ട്. ഇത് ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നു. കാരണം ഒരു DNA ഭാഗം മറ്റൊരു DNAയിലേക്ക് പോകുകയല്ലേ, അപ്പോൾ അവിടെ ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകും. ഈ ക്രോമസോമുകൾ അടുത്ത തലമുറയിലെ സന്താനങ്ങൾക്ക് ലഭിക്കുമ്പോൾ പുതിയ സ്വഭാവങ്ങൾ പ്രകടമാകുന്നതിന് കാരണമാകുന്നു. കണ്ടോ, ഇത്തരം ക്രോമസോമുകൾ അടുത്ത തലമുറയിലെ അടുത്ത ജനറേഷനിലേക്ക് എത്തുമ്പോൾ സന്താനങ്ങളിൽ അത് പുതിയ സ്വഭാവങ്ങൾ പ്രകടമാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിക്ചറിലൂടെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കൂ, ഇതാണ് ഊനഭംഗത്തിന്റെ ഘട്ടങ്ങൾ. ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡിച്ചേരുന്നു, 2 ക്രോമസോമുകൾ പെയറായി, ക്രോമസോമുകൾ ജോഡിച്ചേരുന്നു. എന്നിട്ട് ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. കണ്ടോ, ഈ ഒരു ക്രോമസോമിന്റെ ഭാഗം ഇവിടേക്ക് കൊടുക്കുന്നു, ഈ ഒരു ക്രോമസോമിന്റെ ഭാഗം ഈ ഒരു ക്രോമസോമിന് കൊടുക്കുന്നു. അപ്പോൾ ആദ്യഘട്ടം, ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡിച്ചേരുന്നുണ്ട്, ഒപ്പം ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. അതിന് നമ്മൾ എന്ത് പറയും? ക്രോസിംഗ് ഓവർ എന്ന് പറയും, അഥവാ ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ എന്ന് പറയും. ഇനി ഇങ്ങനെ പരസ്പരം കൈമാറുന്നതിന്റെ ഭാഗമായിട്ട് ഒരു DNA ഭാഗം മറ്റൊരു DNAക്കും ഈ ഒരു DNA ഭാഗം ഈ ഒരു DNAക്കും കിട്ടുന്നില്ലേ? കണ്ടോ, ഇവിടെ പച്ച കളറിലല്ലേ ഒരു ക്രോമസോം കൊടുത്തിട്ടുള്ളത് അല്ലേ? അതിന് കുറച്ച് പോർഷൻസ് ഈ ഒരു ക്രോമസോമിന് കിട്ടി. അതുപോലെ ഇവിടെ ഓറഞ്ച് ഷെയ്ഡുള്ള ഈ ഒരു ക്രോമസോമിന്റെ ഭാഗങ്ങൾ കണ്ടോ, ഈ ഒരു DNAക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഈ ഒരു DNA ആ ഒരു ഘടനയിൽ തന്നെ ഒരു മാറ്റമുണ്ടായി. ഇത് ജീനുകളുടെ വിന്യാസത്തിന് കാരണമാകുന്നു. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് ഇത്തരം ക്രോമസോമുകൾ പോകുന്ന സമയത്ത് അവിടെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വ്യതിയാനം ഉണ്ടാകുന്നത് എന്നാണ് ഒരു റീസൺ, ഒരു കാരണം. അപ്പോൾ വ്യതിയാനം ഉണ്ടാകുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ക്രോമസോമിന്റെ മുറിഞ്ഞു മാറ്റലാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചില ക്രോമസോമുകളുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയ എന്ന രോഗത്തിന് കാരണമാകുന്നുണ്ട്. ഒരു പാരമ്പര്യ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്രോമസോം നമ്പർ നമുക്ക് മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 46 എണ്ണം ഉണ്ട് അല്ലേ? അതിൽ ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയ എന്ന രോഗത്തിന് കാരണമാകുന്നുണ്ട്. ക്രോമസോം നമ്പർ 14 ജീനിന്റെ തകരാറ് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ രോഗം? മറവി രോഗം അല്ലേ? അൽഷിമേഴ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നു. പിന്നെ ക്രോമസോം നമ്പർ 9 ജീനിന്റെ തകരാറ് മെലനോമ എന്ന് പറഞ്ഞ ഒരു സ്കിൻ ക്യാൻസർ ആണ്, ത്വക്കിനുണ്ടാകുന്ന ക്യാൻസറാണ് മെലനോമ. ആ രോഗത്തിന് കാരണമാകുന്നത് ക്രോമസോം നമ്പർ 9 ജീനിന്റെ തകരാറാണ്. ഇത് എക്സ്ട്രാ റീഡിങ്ങിനുള്ളതാണ്, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്രോമസോം നമ്പർ നമ്മുടെ ശരീരത്തിൽ 46 എണ്ണാണുള്ളത്. അതിൽ 11 ഉണ്ടാകുന്ന ജീനിന്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയ എന്ന രോഗത്തിനും 9 ഉണ്ടാകുന്ന ജീനിന്റെ തകരാറ് മെലനോമ അഥവാ സ്കിൻ ക്യാൻസർ എന്ന രോഗത്തിനും
14 തകരാറ് അൽഷിമേഴ്സ് എന്ന രോഗത്തിനും കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബീജസംയോഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അലീൽ ചേർച്ചയെക്കുറിച്ചാണ്. മാതാപിതാക്കളുടെ ക്രോമസോമുകൾ ബീജകോശങ്ങളിലൂടെ സന്താനങ്ങളിലെത്തുന്നു അല്ലേ? അതായത് മാതാവിന്റെ അണ്ഡത്തിലേക്ക് പിതാവിൽ നിന്നുള്ള ബീജങ്ങൾ എത്തുന്നു. അങ്ങനെയാണ് സന്താനം ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ക്രോമസോമുകൾ ബീജകോശങ്ങളിലൂടെ എവിടെ എത്തുന്നുണ്ട്? സന്താനങ്ങളിൽ എത്തുന്നുണ്ട്. ഈ ബീജകോശങ്ങൾ സംയോജിക്കുമ്പോൾ അലീൽ ചേർച്ചയിൽ വ്യത്യാസമുണ്ടാകുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 വിപരീത ഗുണങ്ങളാണ്. അവയെ നമ്മൾ അലീൽ എന്ന് പറയും അല്ലേ? അങ്ങനെ ഈ ബീജകോശങ്ങൾ, അതായത് മാതാവിലെ അണ്ഡവും പിതാവിൽ നിന്നുള്ള ബീജവും തമ്മിൽ സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഭ്രൂണം. അപ്പോൾ ആ ഒരു ഭ്രൂണത്തിൽ അലീൽ ചേർച്ചയിൽ വ്യത്യാസമുണ്ടാകുന്നുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഈ അലീൽ ചേർച്ചയിലുള്ള വ്യത്യാസം കാരണമാകുന്നു. അതിനാൽ അടുത്ത തലമുറയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിന് ബീജസംയോഗം ഒരു കാരണമാകുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മാതാപിതാക്കളുടെ ക്രോമസോമുകൾ ബീജകോശങ്ങളിലൂടെ സന്താനങ്ങളിലേക്ക് എത്തുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. മാതാപിതാക്കളുടെ ക്രോമസോമുകൾ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉണ്ടാകുന്ന ആ കുട്ടിക്ക് എന്തെത്തുന്നുണ്ട്? ബീജകോശങ്ങളിലൂടെ ക്രോമസോമുകൾ എത്തുന്നുണ്ട്. അങ്ങനെ ഈ ബീജകോശങ്ങൾ സംയോജിക്കുന്ന സമയത്ത് അലീൽ ചേർച്ചയിൽ വ്യത്യാസമുണ്ടാകുന്നു. എവിടെയാണ് വ്യത്യാസം ഉണ്ടാകുന്നത്? അലീൽ ചേർച്ചയിൽ വ്യത്യാസമുണ്ടാകുന്നു. ഇങ്ങനെ അലീൽ ചേർച്ചയിൽ വ്യത്യാസമുണ്ടാകുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ വിഭിന്നമായ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾ രൂപപ്പെടുന്നു. അപ്പോൾ ആ ഒരു കുട്ടിക്ക് മറ്റൊരു സ്വഭാവം കിട്ടി അല്ലേ? ഇവരുടെ രൂപമൊക്കെ ആയിരിക്കാം, എന്നാലും സ്വഭാവ സവിശേഷതയിൽ നല്ല മാറ്റമുണ്ടായിരിക്കും. അങ്ങനെ സ്വഭാവ സവിശേഷതയിൽ മാറ്റമുണ്ടാവണമെങ്കിൽ അവിടെ വ്യതിയാനം സംഭവിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ബീജസംയോഗം ഒരു പരിധിവരെ എന്തിന് കാരണമാകുന്നുണ്ട്? വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ, ബീജസംയോഗം എന്നിവയെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്, ഉൽപരിവർത്തനം. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ജീനുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചായിരുന്നു. ഒപ്പം ജീനുകളിൽ നടക്കുന്ന പ്രോട്ടീൻ നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മനുഷ്യരിലെ ക്രോമസോമുകൾ 46 എണ്ണമാണെന്നും അത് 23 ജോഡി ക്രോമസോമുകളുമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ, ബീജസംയോഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അലീൽ ചേർച്ച എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാലാവും വിധം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.